ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സ്പെഷ്യൽ റെസിപ്പി നോക്കിയാലോ? കോവയ്ക്ക ചെമ്മീൻ പെരട്ട്. അതിനാവശ്യമായിട്ടുള്ള കോവയ്ക്ക നമുക്ക് പറിച്ചെടുക്കാം. ഇത് നമ്മുടെ ആൻറ്റിയുടെ പറമ്പിലെ കോവയ്ക്കയാണ്. നല്ല ഫ്രഷ് കോവയ്ക്കയാണ്. ഏകദേശം ഒരു 10 മുതൽ 15 കോവയ്ക്ക നമുക്ക് വേണ്ടി വരും ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. ഈ പറിച്ച കോവയ്ക്കയിൽ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. ഈ കോവയ്ക്ക ചെമ്മീൻ പെരട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക്, ഒരു 2 പച്ചമുളക്, ആവശ്യത്തിന് കരിയാപ്പില. പിന്നെ ഇതിന് പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ചെമ്മീൻ. ഈ ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചെമ്മീൻ ഇട്ട് ഇതിലേക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ വേണ്ടി വരും. ഈ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ഇട്ട് ഏകദേശം 5 to 7 മിനിറ്റ് വരെ ഫ്രൈ ചെയ്യാം. ഈ കോവയ്ക്ക ഒന്ന് വാടിയ ശേഷം ഈ കോവയ്ക്കനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇടുക. ആവശ്യത്തിന് കരിയാപ്പിലയും. ഇത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് 2 തക്കാളി അരച്ച് വെച്ചതാണ് മിക്സിയിലിട്ട് ഇതും കൂടെ ചേർത്ത് ഒന്ന് വാട്ടുക. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിൽ നമുക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകമാണ് പൊടിച്ചത്, ഒരു 1/4 സ്പൂൺ ആവശ്യമനുസരിച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ച് നന്നായിട്ട് വേവിക്കുക. ഏകദേശം ഇതാണ്